ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ഒരു കറി വെക്കാം കേട്ടോ. ഞണ്ട് കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ട എന്നാണല്ലോ. അപ്പോൾ ഞാനും കരുതി ഇന്നൊരു കറി മതിയെന്ന്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പില പച്ചമുളക് ഇവയും കൂടി ഇട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. അതിന് ശേഷം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് അടച്ച് വയ്ക്കാം. അടച്ച് വയ്ക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കണേ. ഇതെല്ലാം കൂടി വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് മസാല ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, വേണമെങ്കിൽ ഇത്തിരി കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണേ. ഇതെല്ലാം കൂടി ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. തിളച്ച് വരുമ്പോൾ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇനി കറിയായി വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ കറിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. കാണാൻ മറക്കല്ലേ.